ഐഫ്ലോ ഹണി മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിലെല്ലാം തന്നെ വളരെ നാടനായിട്ടുള്ള വിഭവങ്ങൾ തന്നെയാണ് സാധാരണഗതിയിൽ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീട്ടിൽ എല്ലാ ദിവസവും ഭയങ്കര എക്സോട്ടിക് ആയിട്ടുള്ള വിഭവങ്ങളൊന്നും ഉണ്ടാകാറില്ലല്ലോ. ഏതെങ്കിലും ഗസ്റ്റ് വന്നാൽ അല്ലെങ്കിൽ വിശേഷ അവസരങ്ങൾ അങ്ങനെയുള്ള സമയത്ത് മാത്രമാണ് നമ്മൾ സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കുക. സാധാരണഗതിയിൽ എന്താ ചെയ്യുക? രാവിലെ ഒരു പ്രാതലിന് എന്തെങ്കിലും ഇഡ്ഡലിയോ ദോശയോ പുട്ടോ ആപ്പമോ അങ്ങനെ എന്തെങ്കിലും കാര്യം. ഉച്ച സമയത്ത് ചോറും ഒരു ഒഴിക്കുന്ന കറിയും പിന്നെ എന്തെങ്കിലും ഒന്നോ രണ്ടോ തൊട്ട് കറി. മീൻ കഴിക്കുന്നവരാണെങ്കിൽ മത്സ്യം ഉണ്ടാകും. പിന്നെ ഇറച്ചിയൊന്നും എല്ലാ ദിവസത്തെയും ഒരു മെനുവിൻ്റെ ഭാഗമാകില്ല. പിന്നെ വൈകുന്നേരം അതുപോലെ ഈവനിങ് ഒരു ചായ കുടി, പിന്നെ രാത്രി ഒരു കഞ്ഞിയോ ചപ്പാത്തിയോ അല്ലെങ്കിൽ ചില വീടുകളിൽ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. എന്താണെങ്കിലും നമ്മൾക്ക് എപ്പോഴും ചോറ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണം തന്നെയാണ്. 2 നേരം ചോറ് കഴിക്കുന്നവരുമുണ്ട്. ഒരു നേരം എന്തായാലും ചോറ് കഴിക്കണം. മലയാളിക്ക് എവിടെ ചെന്നാലും ഒരു നേരം ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല. അപ്പോൾ ചോറിൻ്റെ കൂടെയാണ് ഇങ്ങനെ കുറേ കറികൾ വേണ്ടത്. പക്ഷേ കുറേ കറികളില്ലെങ്കിലും വളരെ 1 or 2 ചിലപ്പോൾ കറികൾ കൊണ്ട് നമുക്ക് നല്ലതായിട്ട് കഴിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളും നമ്മുടെ നമ്മുടെ വിഭവങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്നുണ്ട്. ഉപ്പും മുളകും ഞെകിടിയിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റും ഇല്ലേ? ചോറുണ്ടെങ്കിൽ ഉപ്പും പുളിയും മുളകും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് ഒരു ചെറിയ തൊട്ടുകറി മാതിരി അത് ധാരാളം മതിയാകും. എന്തൊരു സ്വാദായിരിക്കും ചില സമയത്ത്. വിശപ്പുണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ചമ്മന്തിയുടെ കാര്യം, തേങ്ങാ ചമ്മന്തി. അതും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ആശയത്തിൽ നിന്നും ആണ് നമ്മളുടെ പുതിയൊരു വിഭവം തയ്യാറാകുന്നത് മാജിക് അവൻ്റെ. ഇത് ചമ്മന്തിച്ചോറ്. ഈ ചമ്മന്തിച്ചോറ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. ഈ ഒരു ചമ്മന്തിച്ചോറ് നമുക്ക് തയ്യാറാക്കാം. അതിന് സൈഡ് ഡിഷ് ഒന്നും വേണ്ട, അത് അങ്ങനെ തന്നെ കഴിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ചമ്മന്തിച്ചോറ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ ചമ്മന്തിച്ചോറ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൈമാരി 2 കപ്പ്, തേങ്ങ ചിരകിയത് 2 കപ്പ്, പച്ചമുളക് 5 എണ്ണം, മുളക് പൊടി 3 ടീസ്പൂൺ, പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ, ചെറിയ ഉള്ളി 6 എണ്ണം, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം 3 കപ്പ്, ഇഞ്ചി നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 3-4, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്. അപ്പോൾ നമ്മളുടെ ചമ്മന്തി ചോറ് തയ്യാറാക്കാൻ പോവാണ് ഞാൻ. ആ പേരിൽ തന്നെ ഉണ്ട് ചമ്മന്തി എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കൈമ അരിയാണ്. കൈമ അരി വെച്ചിട്ടുള്ള ചോറാണ്. അതല്ല നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഏതൊരു അരിയാണെങ്കിലും നമ്മുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അരി വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഏതരിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട്. അപ്പോൾ കൈമയുടെ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ ഒരു 2 കപ്പ് കൈമ അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ഊറ്റി. അതിനോടൊപ്പം 3 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം. പിന്നെ അതിൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കണം. അതിന് തേങ്ങയുണ്ട്, പിന്നെന്താ പച്ചമുളക്, പിന്നെ ഇഞ്ചി, ചെറിയ ഉള്ളി, പുളി നമ്മുടെ സാധാരണ വാളൻ പുളിയാണ്, പിന്നെ മുളക് പൊടി, പിന്നെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. വലുതായിട്ട് തരിതരിപ്പായിട്ട് വേണമെന്നില്ല, നല്ല ഫൈനായിട്ട് തന്നെ അരയ്ക്കാം. ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഇനി ഞാനിതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അരയ്ക്കാൻ പോവുകയാണ്. അപ്പം എന്തൊക്കെയാണ്? ഇഞ്ചി, ചെറിയ ഉള്ളി. ഇപ്പോഴത്തെ ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ വലിയ ഉള്ളിയാണ്, ചൈനീസാണ്. അപ്പോൾ എല്ലാം ഡബിൾ സൈസാണ്. പച്ചമുളക് 5 എണ്ണം. അപ്പോൾ എരിവ് നോക്കിയിട്ട് ഇപ്പോൾ എനിക്കിത് കുറച്ച് നല്ല സ്പൈസി ആയിട്ട് നല്ലൊരു ചമ്മന്തി ചോറായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരളവിൽ നിന്നും. പിന്നെന്താ, പിന്നെ മുളക് പൊടിയും പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത്. ഇതെല്ലാം കൂടി അരച്ച് ഞാനൊന്ന് റെഡിയാക്കി ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ചമ്മന്തി ഞാനിവിടെ അരച്ച് റെഡിയാക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടി ചേർത്താണ് അരച്ചത്. അപ്പോൾ ഈ ചമ്മന്തി കഴിക്കുന്നത് തന്നെ ഭയങ്കര സ്വാദാണ്. ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുത്താൽ ആ ഒരു എരിവും പുളിയും ഉപ്പും എല്ലാം പാകത്തിനാണ്. ഇങ്ങനെ വായിലിങ്ങനെ നമുക്ക് നാക്കിൽ വെച്ചാൽ അങ്ങനെ കിട്ടും ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ്. അപ്പോൾ ഇനി എന്താണ്, ഇനി നമ്മൾ ഈ ഒരു ചമ്മന്തി വെച്ചൊരു ചോറ് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അടുപ്പ് കത്തിക്കുക, ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഇത് നമുക്ക് വെളിച്ചെണ്ണയിലാണ്, ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ നല്ല ചൂടായി കഴിഞ്ഞ എണ്ണ നമ്മൾ 1 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടട്ടെ. അതിനോടൊപ്പം ആവശ്യാനുസരണം വറ്റൽമുളക്, അത് ആവശ്യം പോലെ 3, 4, 5 ഒക്കെ ഇടാം. കറിവേപ്പില അതും ആവശ്യാനുസരണം,
ഇത്രയായി കഴിഞ്ഞല്ലോ. ഇനി എന്താ, ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരച്ച ചമ്മന്തി, ഈ ചമ്മന്തി കൂട്ട് ഇതിലേക്ക് മാറ്റും. നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഒരു ചെറിയ പച്ചച്ചുവ ഉള്ളത് നല്ലതാണ്. നമ്മുടെ പച്ച ചമ്മന്തിയല്ലേ ഇത്, അതുകൊണ്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പാറ്റേൺ പിന്നെന്താ, അത് ഏതാണ്ടായി. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിരിക്കുന്ന കൈമാരി 2 കപ്പ്. അപ്പോൾ ഇത് കൈമാരി എനിക്കിഷ്ടമാണ്. പിന്നെ ഇത് കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തൊക്കെ ധാരാളമായിട്ട് കിട്ടും. ട്രിവാൻഡ്രം സൈഡിലും പല കടകളിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ റേഷൻ അരിയിലും നമുക്കിത് ചെയ്യാം. റേഷൻ അരി ആണെങ്കിൽ നമ്മൾ വീട്ടിൽ റേഷൻ അരി ചോറാണ് ഉണ്ണുന്നതെങ്കിൽ അതേ രീതിയിലേക്ക് ആക്കുക. അങ്ങനെയും നമുക്ക് ചെയ്യാം. പെട്ടെന്ന് വേകുന്ന അരി ഏതാണോ അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്രധാനപ്പെട്ട അരി തന്നെ ഉപയോഗിക്കാം. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പൈസ കൊടുത്ത് വലിയ കൂടിയ അരി വാങ്ങണമെന്നില്ല, നിർബന്ധമില്ല. ഇത് നമ്മുടെ ഏറ്റവും ചിലവ് ചുരുക്കിയ രീതിയിൽ നമുക്ക് നല്ല കാര്യം കഴിക്കാം. അരി ചേർക്കുന്നു. 2 കപ്പ് അരി. ഒന്നുമില്ല, ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ചമ്മന്തിയിൽ നിറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, എങ്കിലും ഈ അരിയും കൂടി വരുമ്പോൾ ഇച്ചിരിയോട് ഉപ്പ് വേണമല്ലോ. കുറച്ചുപ്പം കൂടി ചേർക്കാം. ഇനി നമ്മളിതെല്ലാം കൂടി കുക്കറിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഒരു കുക്കറിലേക്ക് മാറ്റാം. അങ്ങനെ അരിയും ചമ്മന്തിയും എല്ലാം കൂടി ചേർന്ന ഈ മിശ്രിതം നമ്മൾ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുന്നു. എല്ലാം എളുപ്പത്തിന് നടക്കുന്ന കാര്യമാണ്. ഒരുപാടും ഒരു ചമ്മന്തി അരയ്ക്കുന്ന സമയമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം കുക്കർ ചെയ്തു. താളിച്ചു, ചമ്മന്തി ഒന്ന് വഴറ്റി, അരിയും കൂടി നമ്മൾ അതിൻ്റെ കൂടെ യോജിപ്പിച്ചു. ഇനി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് 3 കപ്പ് എടുത്തു വെച്ചത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം അതും ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കുക. ഇനി കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ചിട്ട് നല്ലൊരു വിസിൽ കേൾക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യും. അങ്ങനെ 2 വിസിൽ കഴിഞ്ഞു. വീണ്ടും ഒരു 5 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടത് ആദ്യത്തെ വിസിൽ കഴിഞ്ഞിട്ട് തീ കുറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ സെക്കൻഡ് വിസിൽ വരണം. അത് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്യുക. 5 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യുക. അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ മാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് തുറന്നു നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാം. ഇപ്പം 5 മിനിറ്റ് സമയവും കഴിഞ്ഞു. ഇനി ഞാനൊന്ന് തുറന്നു നോക്കാൻ പോവാണ്. പാകത്തിന് വെന്തിട്ട് കണ്ടില്ലേ, നല്ല കുഴഞ്ഞ നല്ല രീതിയിൽ ആയിട്ടുണ്ട്. നല്ല മണം, നല്ല ചമ്മന്തിച്ചോറിൻ്റെ മണം, ഒരു ഓറഞ്ച് കളറിൽ നല്ലൊരു മണവും. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ശരിക്കും നമ്മളൊരു പ്രത്യേക രീതിയിൽ അതിനെ ഒന്ന് പാക്ക് ചെയ്ത് വയ്ക്കാം. അതായത് നല്ല ഒരു വാഴയില വാട്ടിയെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ചമ്മന്തിച്ചോറിനെ വയ്ക്കാം. അങ്ങനെ നമ്മൾ 2 പൊതിയായിട്ട് അങ്ങ് പൊതിഞ്ഞ് വെക്കണം. ഇങ്ങനെ പൊതിഞ്ഞ് ചൂടോടുകൂടി തന്നെ ആദ്യം ഒന്ന് പൊതിയാം. ഇങ്ങനെ ഒരു പൊതി, ഇതൊന്ന്. അപ്പോൾ നമ്മൾ ഒരു ഇല പൊതിഞ്ഞ് മാറ്റി. ഇനി ബാക്കിയിരിക്കുന്ന വേണമെങ്കിൽ വേറൊരു ഇലയിലും കൂടി പൊതിഞ്ഞ് വയ്ക്കാം. പക്ഷെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതൊരു രീതിയിൽ നമ്മളിത് എങ്ങനെ പാക്ക് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു സുഖമാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഇനി അല്ലാണ്ട് നമുക്കൊരു ഫൈനൽ പ്രോഡക്റ്റ് കാണണ്ടേ? അതൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ്. നോക്കാം.
അങ്ങനെ നമ്മളുടെ ചമ്മന്തിച്ചോറ് 2 രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മളുടെ ട്രഡീഷണലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതി, നല്ല വാഴയില വാട്ടി അതിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞു വയ്ക്കുക. ഇതല്ലെങ്കിൽ പ്ലേറ്റിൽ ഈ രീതിയിൽ അലങ്കരിച്ച് വിളമ്പും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ടൊമാറ്റോ റൈസൊക്കെ പോലെ ഇരിക്കും, അതിൻ്റെ ഒരു കളറാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നല്ല സ്വാദാണ്, നല്ലൊരു മണമാണ്, നല്ല രുചിയാണ്. അപ്പോൾ ഇത് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. ഇതിൻ്റെ കൂടെ വേറെ സൈഡ് ഡിഷ് ഒന്നും വേണ്ട, ഞാൻ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ഒരു സൈഡ് ഡിഷും വേണ്ട. ഇതിന് ആവശ്യത്തിന് എരിവും പുളിയും ഉപ്പും ഒക്കെ ഉള്ളൊരു വളരെ സ്വാദുള്ള കാര്യം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യാതൊരു ചിലവുമില്ല. ശരിക്കും നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചോറ്, ഇപ്പോൾ റേഷനറി ചോറാണെങ്കിൽ അതായിക്കോട്ടെ, എന്താണോ അത് വെച്ചിട്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ ചിലവ്, തേങ്ങയുടെ ചിലവുള്ളൂ. വീട്ടിനകത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഭയങ്കര രസകരമായൊരു വിഭവമായിട്ട് മാറ്റാം. ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ ടിഫിനകത്താക്കിയിട്ട് ഓഫീസിലേക്കോ സ്കൂളിലേക്കോ കോളേജിലേക്കോ ഒക്കെ കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ അതൊരു വ്യത്യാസം. ഇപ്പോൾ നമ്മളുടെ പൊതിച്ചോറൊന്ന് തുറന്ന് നോക്കും. നല്ല ഫാൻസി ആയിട്ട് ഈ രീതിയിൽ ഇങ്ങനെ പൊതിച്ചോറും കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ ഈ പൊതിച്ചോറ്, ഈ ചമ്മന്തി പൊതിച്ചോറിനാണെങ്കിൽ ശരിക്കും ആ ഒരു മണവും കൂടി കിട്ടുന്നുണ്ട്. ആ ഒരു ഇലയുടെ, വാടിയ ഇലയുടെ, ഒരു വാഴ ഇലയുടെ മണവും കൂടി. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും.